ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ഭംഗിയുള്ള ഒരു ടൊമാറ്റോ റെഡ് കളർ സാരിയാണ് നമ്മളിന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ള നിവി ഡ്രേപ്പാണ് ചെയ്യുന്നത്. ആക്ച്വലി ഈ സാരി വാങ്ങിച്ചപ്പം ആ കടയിൽ ഇത് ഞാൻ പിങ്ക് ആയിട്ടാണ് കണ്ടത്. എൻ്റെ കണ്ണിന് ഇത് ഡാർക്ക് റാണി പിങ്ക് ആയിട്ടാണ് ഈ സാരി കണ്ടത്. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം ഇതൊരു ടൊമാറ്റോ റെഡാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനിത് സ്റ്റൈൽ ചെയ്തപ്പോഴും പിന്നെ ആൾക്കാരെ കാണിച്ചപ്പോഴും നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരിയാണെന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിത് ആക്ച്വലി എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഉടുക്കാൻ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്ന സാരിയാണിത്. അപ്പം ഞാൻ കല്യാണത്തിന് ഫുള്ള് പല്ലുമൊക്കെ ഡ്രേപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ സാരി തുറന്നിടുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റി സ്റ്റൈലൊന്നും ട്രൈ ചെയ്യുന്നില്ല. ഈ സാരി വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള നിവി ഡ്രേപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ സാരിയുടെ ഭംഗി ഫുള്ളായിട്ട് പുറത്തോട്ട് വന്നത്. അപ്പോൾ ഞാനും ഉടുത്തിട്ടുണ്ട്, എൻ്റെ സിസ്റ്ററിനൊക്കെ ഞാൻ ഈ സാരി ഉടുപ്പിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ സാരി ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഇത് വളരെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. ചിലപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മുടെ മാനസികാവസ്ഥനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തോന്നുന്നു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിസൾട്ട്. ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്കിത് പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. നോക്കൂ, എന്തൊരു ഭംഗിയാണ് ഈ സാരി കാണാൻ. അപ്പോൾ ഇങ്ങനെ തുറന്നിട്ടിട്ട് ഫുള്ളായിട്ട് ഇടുന്നതിന് പകരം ഇപ്പം ഞാൻ ഓർത്തു ഒരു ഹാഫ് പ്ലീറ്റ് ചെയ്യാം. ഈ സാരി ഓൾറെഡി ബോക്സ് പ്ലീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് അതിൻ്റെ മടക്കുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ മടക്കുകൾ ഒന്ന് അടുക്കി വെച്ചിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് ഞാൻ സാരി നേരത്തെ കൊടുത്തപ്പോൾ ഇതിൻ്റെ പ്ലീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പ്ലീറ്റിൻ്റെ മടക്കുകളിലൂടെ തന്നെ എടുത്തിട്ട് ഞാനിവിടെ ഹാഫ് പ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പിൻ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞു നമ്മുടെ ഡ്രേപ്പിംഗ്. നല്ല ഭംഗിയുള്ളൊരു റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പം മനസ്സിലാവും എത്രത്തോളം ഭംഗിയുണ്ട് ഈ സാരിന്ന്. പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഡിസൈനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡ്രേപ്പിംഗ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ റെഫർ ചെയ്യുക. നിങ്ങൾ ഡ്രേപ്പ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് അയച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.